കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് അതീവ പ്രസരിപ്പോടെ ഈ പൊന്നുഷസിനെ നിന്റെ നാം വിളിച്ച് അപേക്ഷിക്കാൻ ഇടയാക്കിയതിൻ്റെ കരുണയാണെന്ന് ഞങ്ങൾ കരുതുന്നു. കർത്താവ് നിന്റെ അവകാശം ഓഹരിമാകുന്ന തിരുസഭയുടെ നീ കരുണയായിരിക്കണം. അങ്ങയുടെ മക്കൾ നെഞ്ചിലും മുദ്ര വാങ്ങിച്ചിട്ടുള്ള വിശ്വാസത്തിന് മുദ്ര വാങ്ങിച്ചിട്ട് അങ്ങയുടെ മക്കൾ നമ്മുടെ ശിരസുകളെ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈകൾ കുപ്പി നിൽക്കുന്ന ഈ പ്രഭാതത്തിലെ നിന്റെ തിരുമുറുവാർന്ന വലതുകര മക്കളുടെ ശിരസിൽ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രകൾ, എൻ്റെ കാലുകൾ മലയാളികളുടെ കരുത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് മക്കളുടെ സഞ്ചാരം, ഇന്നത്തെ യാത്ര എവിടെയെല്ലാമാണോ ആരെല്ലാം കണ്ടുമുട്ടുന്നു, പോകുന്ന വഴികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവ് ഞങ്ങളുടെ അശ്രദ്ധയിലും ഞങ്ങളുടെ പലതരത്തിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള സമയങ്ങളെല്ലാം കർത്താവെ നിൻ്റെ പ്രത്യേക പരിപാലന ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം പരിശുദ്ധാത്മാ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളെ ചുഴന്ന് നിൽക്കട്ടെ. എൻ്റെ കർത്താവ് അവിചാരിതമായ കാരണങ്ങൾ, ആകസ്മിക സങ്കടങ്ങൾ, ഞങ്ങളുടെ അവകാശം ഒക്കെ ജനങ്ങൾ നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ തിരുത്തത്തിൻ്റെ ശക്തിയെ സംരക്ഷിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗപീഠകളെ കർത്താവ് ഏറ്റെടുക്കട്ടെ. നീ കഴിക്കുന്ന മരുന്നുകൾ, നീ ഡെയിലി കഴിക്കുന്ന തുടർച്ചയായി കഴിച്ചുകൊണ്ടേയിരിക്കുന്ന മരുന്നുകൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ വലിയ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, പേശികളിലും, അസ്ഥിക്കുഴകളിലും, ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ജീവശതാന മാർഗങ്ങൾ, ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, നഷ്ടപ്പെട്ട ജോലി, ജീവിതത്തിൻ്റെ തകർച്ചകൾ, ഭാര്യഭർത്താക്കന്മാരെ വിഘടിച്ചും ഭിന്നിച്ചും ഇരിക്കുന്ന അവസ്ഥകൾ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി കർത്താവിൻ്റെ തിരുസ്ഥിതി സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവരെ കർത്താവെ, ഉള്ള മക്കൾക്ക് രോഗമായി പോയവർ, മക്കളോടെ മാസങ്ങളായി ആശുപത്രിയിലായവർ, മക്കളുടെ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തവർ, ഗർഭത്തെ ശിശുക്കളിലെ എല്ലാവിധ അനുമോചനങ്ങളും കർത്താവിൻ്റെ തിരുസ്ഥിതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ തൊഴിൽ മേഖലകൾ, അധ്വാന മേഖലകൾ, ധനസമ്പാദന മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ഭീതികൾ, ആധികൾ, വ്യാധികൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നവംബർ മാസം 29 വെള്ളിയാഴ്ച വായിക്കുന്ന സുവിശേഷം 2 വചനങ്ങൾ വായിക്കും. അധ്യായം ഒന്ന് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായമാണ്. വചനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. 2-ാം വാക്യവും വായിക്കും, നമ്മൾ 14-ാം വാക്യവും വായിക്കും. ലൂക്ക 4:2. ലൂക്ക 4:2. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. ഇനി 4:14 എടുത്തേ. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ 2 വചനങ്ങളിലെ ലൂക്ക 4:2, 4:14 ഒന്ന് കർത്താവ് പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഇതുപോലെ ചില ജീവിത ദിവസം ഉണ്ടല്ലോ, ചില പറയും ഇന്ന് ഭയങ്കര ഡള്ളാണെന്ന് പറയും. എന്നിട്ടാണ് അവർക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല. പിന്നെ പല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മാറിക്കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന് തോന്നും. ഭക്ഷണം കഴിക്കാൻ പോലും തോന്നത്തില്ല. പല വിഷയങ്ങളിൽ ഓർത്തിട്ട് ചിലക്ക് പരീക്ഷ പേടിയാവും, ചിലക്ക് കേസാകും, ചിലക്ക് കേസിനെക്കുറിച്ചുള്ള പേടിയാവും, ചിലക്ക് സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ളവരുടെ ഡേറ്റ് ആകും, ചിലക്ക് ശാരീരികമായ രോഗങ്ങളാകും, ചിലക്ക് കുടുംബ കലഹങ്ങളാകും, കുടുംബത്തിൻ്റെ വിഷമം, ചിലക്ക് തൊഴിൽപ്പാട്ടിലുണ്ടാകുന്ന, ജോലി സ്ഥലത്തുണ്ടാകുന്ന ക്ലേശങ്ങളാകും. ഇങ്ങനെ വില കൊണ്ട് മനസ്സ് തളർന്ന ആൾക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനസ്സ് തളരണ ദിവസങ്ങളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിന് പ്രലോഭനത്തിൻ്റെ കാലം എന്നാണ് വിളിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ക്ഷയിക്കേണ്ട കാലം. ക്ഷമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ നോക്കി. ഐ വാസ് പ്രേയിങ് ഫോർ യു. നീ എഴുന്നേൽക്കുക, നീ ശക്തിപ്പെടുക, മറ്റുള്ളവർ ശക്തിപ്പെടുത്തുക. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇതിന് ഞാൻ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? എംപവർമെൻറ്റ് ടൈം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് ടൈം എന്നൊക്കെ പറയും. വിമാനത്തിൽ നിന്ന് ആകാശത്ത് വിമാനത്തിലേക്ക് തന്നെ ഇന്ധനം നിറക്കണില്ലേ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ധനം നിറക്കുന്ന ടൈമാണ് പ്രലോഭനത്തിൻ്റെ ടൈം, ക്ലേശത്തിൻ്റെ സമയം, രോഗത്തിൻ്റെ സമയം, മറ്റുള്ളവർ നമ്മൾ ഒറ്റപ്പെടുന്ന സമയം, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം, നമുക്ക് ഉറങ്ങിയാൽ മതിയെന്ന സമയം, നമുക്ക് എന്തിനു വേണ്ടി ജീവിക്കണം തോന്നുന്ന സമയം. അപ്പോൾ ഇങ്ങനെയുള്ള നിരാശ കാലഘട്ടങ്ങൾ ബൈബിൾ പറയുന്നത് അത് പ്രലോഭനത്തിൻ്റെ ടൈം എന്നാണ്. പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കണത്? ആ പ്രലോഭനങ്ങളുടെ സമയങ്ങളെല്ലാം നീ വിശ്വാസം
ക്രിസ്തുവിനെ പോലെ വിശ്വാസം നിലനിർത്തുകയും നിന്റെ ജീവിത പ്രശ്നങ്ങളെ വചനത്താൽ പ്രതിരോധിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രലോഭന കാലങ്ങളിൽ നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രലോഭന കാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വായിക്കാൻ തോന്നത്തില്ലെന്നുള്ള കാര്യം സത്യം, പക്ഷേ അതേസമയം തന്നെ വായിക്കാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ക്ലേശകാലങ്ങളിൽ പ്രാർത്ഥനയുടെ കാലമാണത്. ആ ക്ലേശകാലങ്ങളെന്ന് പറയുന്നത് വചനം വായനയുടെ സമയമാണ്. ക്ലേശകാലങ്ങളെന്ന് പറയുന്നത് വചനം പ്രാവർത്തികമാക്കുന്ന സമയമാണ്. കർത്താവ് അതാണ് പറയണത്, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷേ അതിനോട് പറഞ്ഞത് എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കർത്താവ് വചനം കൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. അതുപോലെ നിന്റെ ജീവിത പ്രശ്നങ്ങളെയും ക്ലേശകാലത്ത് പ്രലോഭനകാലത്ത് വചനം കൊണ്ട് പ്രതിരോധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 4:14 സംഭവിക്കും. എന്താണ്? ആ കാലം കഴിയും. എന്നും കൊന്നും ഒരു കാലം ഒന്നും ഉണ്ടാകത്തില്ല. എന്നും കൊന്നും പ്രലോഭനമായിരിക്കത്തില്ല. എന്നും കൊന്നും രോഗമായിരിക്കത്തില്ല. എന്നും കൊന്നും പീഡയായിരിക്കത്തില്ല. എന്നും കൊന്നും ഭാരപ്പെടുന്ന അവസ്ഥയായിരിക്കണം. അത് കഴിയുന്ന ഒരു സമയം കർത്താവുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ആത്മാവിൽ അവൻ ശക്തിപ്പെടും. അപ്പോൾ ഈ ടൈം കഴിയുമ്പോൾ ശരിക്കും ഞാൻ ഉദ്ദേശം എന്താണ്? ആത്മാവിൽ ശക്തിപ്പെടാൻ വേണ്ടി ദൈവം ഒരു ആത്മാവിൻ്റെ പ്രതികൂല കാലങ്ങൾ സൃഷ്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനാകാലമാണ്, അത് വചനവായൻ്റെ കാലമാണ്, എംപവർമെൻ്റ് കാലമാണ്, ഫീഡിങ് ടൈമാണ്, ഫീലിംഗ് ടൈമാണ്, ഇന്ധനം നിറക്കുന്ന കാലമാണെന്ന് ഓർത്തുകൊണ്ട് ഇന്ധനം നിറച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, വചനം പാലിച്ചുകൊണ്ടേയിരിക്കണം, വചനം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ വിൽ ബി എംപവേർഡ്. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ അതിനെ അതിജീവിച്ചിരിക്കും. അങ്ങനെ ഒരു നല്ല കാലം നിങ്ങൾക്ക് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ ഉടമ്പടി, നമ്മൾ മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന ഈ ദൈവിക സ്വർഗീയ പദ്ധതി, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ ദൈവാനുഭവങ്ങൾ അഥവാ മറിയത്തിൻ്റെ ക്രിസ്തു അനുഭവങ്ങൾ മരിയൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുദിന ജീവിത അവസ്ഥകളിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള പരിശ്രമമാണ് ഒരർത്ഥത്തിൽ മരിയൻ്റെ ഉടമ്പടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ ഇടയിലൂടെ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പല കാര്യങ്ങളും കർത്താവ് നമുക്ക് കൈമാറുന്നത് ഒരു സമൂഹം മുമ്പിലുള്ളപ്പോഴാണ്. വ്യക്തിപരമായ ചില സമയങ്ങളിൽ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജപമാല സ്വകാര്യ പ്രാർത്ഥനയിലെല്ലാം കർത്താവ് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ചില ക്യാപിറ്റലായിട്ടുള്ള കണ്ടൻറ്റുകൾ അത് എപ്പോഴും ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പോഴേക്ക് മനസ്സിലായിട്ടുണ്ട് കർത്താവ് എന്നിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുവെന്ന്. നമ്മുടെ മരിയൻ ധ്യാനം കൂടുന്ന പല ആൾക്കാർക്കും ഈ ധ്യാനം ഒരു ദൈവാനുഭവമായി മാറുന്നതും പലരും അത് ലൈവായിട്ട് കൂടാനാണ് ആഗ്രഹിക്കുന്നത്. ചിലർ ബുധനാഴ്ച വെള്ളിയാഴ്ചയൊക്കെ കൂടും, അങ്ങനെയല്ല. ചിലർ കച്ചകെട്ടി അതിന് ആ സമയം ഫ്രഷായിട്ട് തന്നെ ഓൺലൈനിൽ തന്നെ കൂടും. ബാക്കി അവർ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പ്രാർത്ഥന ചെയ്താണ്, കർത്താവേ ആ 11:30 മണി ചൊവ്വാഴ്ച 11:30 മണി മുതൽ 1 മണി വരെ ആരും ഞങ്ങളുടെ വീട്ടിൽ വരല്ലേ എന്ന് ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. ആ ചൊവ്വാഴ്ച 11, ദാറ്റ് മീൻസ് അവർ ഏതാണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കുന്ന പോലെ മൊബൈൽ TV ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് കർത്താവ് ഇന്ന് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത്. ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നതെങ്കിൽ കർത്താവ് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഓരോരുത്തരുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ക്രൈസ്റ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഈശോ പറഞ്ഞത്, പ്രവാചകനായി സ്വീകരിക്കുന്നവന് അതിൻ്റെ ആനുപാതികമായിട്ടായിരിക്കും അനുഗ്രഹങ്ങൾ വരുന്നത്.
അറിവ് വരുന്നത്. നീതിമാനെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:41. മത്തായിയുടെ സുവിശേഷം 10:41 വാക്യം. പ്രവാചകനായി സ്വീകരിക്കുന്നവന്, ഏറ്റു പറഞ്ഞേ, പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പോൾ നമ്മളെ എങ്ങനെ സ്വീകരിക്കുന്നു അതിന് ആനുപാതികമായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വരുന്നത്. അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം, അല്ലേ? നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മുടെ അറിവിന് ആനുപാതികമോ പരിമിതമോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് അറിവുണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക, വികസിപ്പിക്കുക. അതെ, മനസ്സിലായില്ലേ? ഇറ്റ് വെരി സിമ്പിൾ. എന്നാൽ നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എന്ത് അറിവുണ്ട് അതിന് ആനുപാതികമായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്ന ദൈവ അനുഭവം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ? ക്രിസ്തുവിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ചക്രവാളങ്ങളെ ഓരോ ദിവസവും വികസിപ്പിച്ചെടുക്കുക. അതാണ്. അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്. എന്താ കാര്യം? നമ്മൾ ഉടമ്പടിയാണ് ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ കുർബാന ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുക്കാൻ വേണ്ടി നോൺ ക്രിസ്ത്യൻസിന് പറ്റുമോ? പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് എന്താണ്? ക്രൈസിസ് ഫോർ ഓൾ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്കാ 2:30-31. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ക്രിസ്തു ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്? സകല മനുഷ്യർക്ക് വേണ്ടിയാണ്. സഭയുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്തുകൊണ്ടാണ്? ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ദൈവം വിഭാവനം ചെയ്ത സ്വർഗത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി പ്രയോഗത്തിൽ വരുത്താനുള്ള ബാധ്യതയ്ക്ക് ദൈവം സഭയെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ സഭയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ, അതുകൊണ്ടാണ് സഭ മിഷണറി ആകുന്നില്ലെങ്കിൽ അതിൻ്റെ 50% വർക്ക് മരവിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി അറിയിക്കണം. അതാണ് വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസത്ത് പറഞ്ഞോ എന്നറിയത്തില്ല, ഒരു SJ ഫാദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗുജറാത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ച്, അച്ഛന് എന്നാ അവിടുത്തെ യഥാർത്ഥ പരിപാടി എന്ന് ചോദിച്ചു. പ്രശ്നം എന്താ ചോദിച്ചു. പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ്, എന്താണ് പഠിപ്പിക്കണേ? അങ്ങനെ ചുറ്റിക്കാരാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എന്താ പഠിപ്പിക്കണത്? കാര്യം മാത്സാണ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലേ. സോഷ്യൽ സയൻസാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലോ. അതിന് വീട്ടിൽ പോയിരുന്നാൽ പോലെ കല്യാണം കഴിച്ച് മര്യാദക്ക് അതിനേക്കാൾ നല്ലവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നാട്ടിലില്ലേ. അച്ഛന്മാരെക്കാൾ നല്ലവണ്ണം സോഷ്യൽ സയൻസും മാത്സും പഠിപ്പിക്കുന്ന അധ്യാപകർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് പഠിപ്പിക്കണത്? അപ്പോൾ പുള്ളിക്കാരൻ പാവപ്പെട്ടവന് വെറുതെ പറഞ്ഞത്, ഞാൻ നല്ല ഹിന്ദുസിനെ ഞാൻ നല്ല ഹിന്ദുസാക്കും, മുസ്ലിംസിനെ ഞാൻ നല്ല മുസ്ലിംസാക്കും, ക്രിസ്ത്യൻസിനെ ഞാൻ നല്ല ക്രിസ്ത്യൻസാക്കും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇതാണോ ദൈവവചനം വെളിപ്പെടുത്തുന്ന സുവിശേഷ വേല? അതാണ് വിഷയം. എന്താ കാര്യം? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുന്നത് നല്ല മനുഷ്യരോ ഒരു പുതിയ വാല്യൂ സിസ്റ്റമോ ഇവിടെ കൊണ്ടുവരാനല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഒരു പുതിയ മൂല്യം കൊണ്ടുവരാനുമല്ല. ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മൂല്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ മൂല്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മനുഷ്യരെ സ്നേഹിക്കാനും സന്ധിക്കാനും ശിബിയെ പോലെയുള്ള രാജാക്കന്മാരെ ആ പക്ഷിയെ കഴുകൻ്റെ മുമ്പിൽ നിന്ന് പ്രാവിനെ രക്ഷിച്ചത് സ്വന്തം തുടയിലെ ചോര അറുത്ത് കൊടുത്താണ്.
അങ്ങനെയുള്ള ഒരു രാജ്യമാണിത്. ഇവിടെ ഒരു മൂല്യത്തിന് ഒരു പഞ്ഞവുമില്ല. പുതിയ മൂല്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. എന്തിനാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? തൻ്റെ ഏകജാതനെ നൽകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. 3:16 ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ആമേൻ. യേശുനാഥാ. ആമേൻ. ആമേൻ. യോഹന്നാൻ 3:16. ഓക്കെ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എല്ലാ ബൈബിളും മൊത്തം A to Z, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാച്ചി കുറുക്കി കംപ്രൈസ് ചെയ്ത് ഈ ഒരൊറ്റ വാക്കി വെച്ചിരിക്കുകയാണ്. അത് ധ്യാനിക്കും തോറും നമുക്കിങ്ങനെ നമ്മൾ തീ കൊണ്ട് നമ്മളെ കത്തിക്കണ പോലെ നമുക്ക് കത്തിപ്പിടിക്കണ പോലെ തോന്നുകയാണ്. ധ്യാനിക്കും തോറും നമുക്ക് കത്തിപ്പിടിക്കും. എന്താ സംഭവിക്കണം? തൻ്റെ ഏകജാതനിൽ പറഞ്ഞേ, തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനായി. ഏകജാതൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. പിതാവിൻ്റെ ഏകജാതൻ എന്നുള്ള ഒരു ആശയം, ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർഗം മാനവരാശിയെ കാണുന്നത് നശിച്ചു പോയ കൂട്ടത്തിലാണ്. നിത്യത ഇല്ലാത്തിടത്തോളം കാലം പിന്നെ ഉള്ളത് എന്താണ്? ഇവിടെയുള്ള മർത്യതയാണുള്ളത്. അത് കഴിയുമ്പോൾ പട്ടി, പാണൻ, കഴുത, പൂച്ച, മുയൽ ഒക്കെ ചത്ത് മലന്ന് മണ്ണോട് മണ്ണായതുപോലെ തീരും. ഇത് തീരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. എന്താണ്? തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ പിന്നെന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ഇത് വിശുദ്ധ വാരത്തിലേക്കാണ് നമ്മൾ ഈ ധ്യാനം കൂടുന്നത്. വിശുദ്ധ വാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്യമേ ഉള്ളൂ. എന്താണ്? ഈ നമ്മൾ അനുതാപപ്പെടുന്നു. 14 പള്ളികളിലൊക്കെ ആൾക്കാർ പോയി ഓരോ സ്ഥലം പാടുന്നു, അടുത്ത കടന്ന് ചായയും കുടിച്ചിട്ടുണ്ട്, അടുത്ത പള്ളിയിൽ പോകുന്നു. അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ധ്യാനിക്കുന്ന വിഷയം എന്താ? കർത്താവിൻ്റെ പീഡാനുഭവവും പങ്കപ്പാടുമല്ല നമ്മുടെ ധ്യാന വിഷയം. എന്താ വിഷയം? ഈ പീഡാനുഭവത്തിലൂടെ പ്രദർശിക്കപ്പെടുന്ന ആ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്. അതാണ്, ആ സ്നേഹമാണല്ലോ കർത്താവിൻ്റെ പീഡാനുഭവത്തിന് കാരണമായി വന്നത്. അത്രമാത്രമെന്നാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ തൻ്റെ ഏകജാതനെ നൽകാനെന്ന് വെച്ചാൽ കുരിശിൽ ഏൽപ്പിക്കാൻ തക്കവിധം. അപ്പോൾ നമ്മൾ കുരിശിനെക്കുറിച്ചും കുരിശിൻ്റെ വഴിയെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന ആളാരാണ്? പരപിതാവിൻ്റെ സ്നേഹമാണ്. ഈ ദിവസങ്ങളിൽ ഈ വിശുദ്ധ വാരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികൾ, അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ദാനധർമ്മങ്ങളും എല്ലാം ദൈവസ്നേഹത്തിന് പകരമായിട്ട് നമ്മളുടെ ഒരു സ്നേഹപ്രവൃത്തികളായിട്ട് വരണം. ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഇപ്പോൾ വിശുദ്ധ വാരത്തിൽ നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നു, കുമ്പസാരിക്കുന്നു, നഗരി കാണിക്കലിന് പോകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം അനുഷ്ഠാന പ്രകാരമുള്ള ആചാരവിധികളിലുള്ള ആധ്യാത്മികതയുടെ അനുഷ്ഠാന വിധികളാണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കറസ്പോണ്ടിങ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുന്ന വ്യക്തിക്ക് അതിലൂടെ ദൈവസ്നേഹം വർദ്ധിക്കണം. അല്ലാതെ ഒരു നാടകം കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കുറേ കാര്യം കാണുന്ന കാഴ്ചക്കാരനെ പോലെ നിനക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. പക്ഷെ മറിച്ച് നീ ഇതിൽ പങ്കെടുക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവസാനത്തെ ദൈവത്തിന് സാധ്യമായ ഒരു ആവിഷ്കാരമാണ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം കുറിച്ച് മരണവും.
ഇത് കാണുമ്പോൾ കർത്താവെ നിന്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഏറ്റു പ്രാർത്ഥിച്ച കർത്താവേ, കർത്താവേ, ഈ വിശുദ്ധ വാരത്തിൽ നിന്റെ പീഡാനുഭവങ്ങളെ, നിന്റെ ചമ്മട്ടിപ്പാടുകളെ, നിന്റെ മുൾക്കിരീടത്തെ, നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളെ, അതിൽ നിന്നൊഴുകുന്ന വിശുദ്ധ രക്തത്തെ ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് വേണ്ടി സഹിച്ച നിന്റെ സഹനങ്ങളുടെ അന്തർധാരയായ ദൈവസ്നേഹത്താൽ എന്നെയും ക്രിസ്തുവിലൂടെ അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ, ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ